ഇപ്പോൾ പുറത്തു വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു യുവതിയുടെ അവിശ്വസനീയമായ കഥയാണ്. ബോണി ബ്ലൂ എന്നാണ് അവൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അറിയപ്പെടുന്നത്. ഈ യുവതി 24 മണിക്കൂർ കൊണ്ട് 1000-ലധികം പേരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയാക്കി പുറത്തുവിട്ടു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ നേരത്തെ തന്നെ താൻ സൗജന്യമായി ഏത് പുരുഷനുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇക്കാര്യത്തിനായി തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു. ആരും ഫീസൊന്നും തന്നെ കൊടുക്കേണ്ടതില്ല. പക്ഷേ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഇത് താൻ ചിത്രീകരിക്കുകയും തന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിന് തയ്യാറുള്ളവർ മാത്രമാണ് വരേണ്ടത് എന്നാണ് ഈ ബോണി പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി പുരുഷന്മാർ അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അവരുടെ ദൗത്യം വലിയൊരു വിജയമായി. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അതിന്റെ ഭാഗമായി പണം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ബോണി ബ്ലൂ അവകാശപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ റെക്കോർഡ് തനിക്ക് തന്നെ ഭേദിക്കണമെന്നാണ്. അതായത് 24 മണിക്കൂർ കൊണ്ട് 1000 പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിന് പകരം 24 മണിക്കൂർ കൊണ്ട് 2000 പുരുഷന്മാരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് തന്റെ പുതിയ ലക്ഷ്യം എന്നാണ്. തന്റെ ഈ പ്രവൃത്തി കാരണം ആർക്കും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമാണ് എന്നാണ് ബോണി ബ്ലൂ വിശദീകരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവർ പുറത്തിറങ്ങുന്നത് ലോകത്തെ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്. ഒപ്പം ആഭരണങ്ങളുണ്ട്. പുതുതായി 10 ജീവനക്കാരെ, തന്റെ മേക്കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനായി 10 ജീവനക്കാരെയാണ് അവർ പുതുതായി നിയമിച്ചിരിക്കുന്നത്. $2 മില്യൺ തന്റെ പ്രതിമാസ വരുമാനമെന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ തനിക്ക് 5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമുണ്ട് എന്ന് അവർ പറയുന്നു. ഏതായാലും ലോകമെമ്പാടും ബോണി ബ്ലൂവിന് ആരാധകർ ഏറെയാണ്. പക്ഷേ ഒരു 26 വയസ്സുകാരിയായ യുവതി വളരെ 2 വർഷങ്ങൾ കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കുകയും ഇത്രയും പ്രശസ്തി നേടുകയും ചെയ്തത് ശരിയായ മാർഗത്തിലൂടെ തന്നെയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. പ്രശസ്തമായ ചില അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളുടെ കവർ ഗേളായി പോലും ഇപ്പോൾ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതും തന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്.